വേണ്ട ഈ ലണ്ടൻ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. അതിലേക്ക് കുറേ വലിയ ബിൽഡിങ്സ് ഉണ്ട്. അതുപോലെ ഷാർജയാണ് കണ്ടത്. അത് ഭയങ്കര വലുത്. ഇതിനൊക്കെ ഏറ്റവും വലുതാണ്. അത് ലണ്ടൻ ബ്രിഡ്ജ് ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. അത് ടവർ ബ്രിഡ്ജ്. പിന്നെ ലണ്ടൻ ഐ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ദി ഷാർഡ്, ദി ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ UK ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. അപ്പൊ നമുക്ക് ലണ്ടൻ ടൗൺ മൊത്തം സ്കൈ ഗാർഡന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ലണ്ടനിലുള്ള സ്കൈ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകാട്ടോ. നമ്മൾ ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മോസ്റ്റ് പോപ്പുലർ പ്ലേസുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഒരു സ്ഥലമാണ് സ്കൈ ഗാർഡൻ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഓൺലൈൻ വഴിയാണ് നമ്മളിതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ മോണുമെൻറ്റ് അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് സ്കൈ ഗാർഡൻ ജസ്റ്റ് ഇങ്ങനെ നടന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്കൈ ഗാർഡൻ കാണുന്നത്. ഷാഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആട്ടോ. ഷാഡ് ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ്. നമ്മളിപ്പോൾ ഇത് സ്കൈ ഗാർഡൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്കൈ ഗാർഡൻ എന്നൊക്കെ എഴുതിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തവർക്ക് നമുക്ക് അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ ബോഡി പാസ് എടുത്ത് നമുക്ക് അകത്തോട്ട് കയറായിരുന്നു. സ്കൈ ഗാർഡൻ എത്തിയിട്ടോ. സ്കൈ ഗാർഡൻ്റെ വീഡിയോസ് ഒക്കെയാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമ്മൾ സ്കൈ ഗാർഡനിലേക്കാണ്. സ്കൈ ഗാർഡനിലേക്ക് അതെ 35ാമത്തെ നിലയിലാണ് സ്കൈ ഗാർഡൻ. നമുക്ക് ഇവിടെ ഉള്ളൊരു മദാമയാണ് നമുക്ക് വീഡിയോ തരുന്നത്. അപ്പോൾ നമ്മൾ സ്കൈ ഗാർഡനിലേക്ക് കയറിയിട്ടോ. ഇവിടെ ഈ തട്ടിലെ റെസ്റ്റോറൻ്റാണ് ഇത്. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മളിത് ഈ കാണുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ കയറി ഒരു റൗണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്നതാണ് സിസ്റ്റമായിട്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സൈഡിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഗാർഡൻ ആണ്. നമ്മൾ അവിടേക്ക് പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്കൈ ഗാർഡൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. ലണ്ടൻ സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ലണ്ടനായി ആട്ടാ കാണുന്നത്. നമ്മൾ സ്കൈ ഗാർഡനിലാണ് നിൽക്കുന്നത്. ഇതേ കാണുന്നതാണ് ലണ്ടനായി. അത് വേറെ എന്തൊക്കെയാണ് ഇത് നല്ലൊരു ഇത് ഇവിടെ പുഴാന്ന് പറയായിരിക്കും. തോടൊക്കെ ഒഴുകി പോകുന്ന കാണാൻ പറ്റും. അതിന് തൊട്ടിപ്പുറം തന്നെ ട്രെയിനും പോകണുണ്ടല്ലോ അല്ല. അപ്പോൾ അത് ഇതേമാതിരി ഇവിടെ വന്നതിന് ശേഷം ബാക്കിൽ ഒരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് മുകളിലേക്ക് കയറാനുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് മുകളിലേക്ക് കയറുമ്പോൾ അറിയുള്ളൂ. നമുക്കറിയില്ല എന്തൊക്കെയാണ് അതിൻ്റെ അകത്തേക്ക് ഉള്ളത്. നല്ല രസമാട്ടോ. ഇതിൻ്റെ മുകളിൽ നിയമങ്ങളാണ് നമുക്ക് ലണ്ടൻ എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ബാക്കിൽ അതന്നെ വ്യൂ, ലണ്ടൻ്റെ എല്ലാ വ്യൂ ഒക്കെ കാണാം കേട്ടോ. ചെറുതായിട്ട് ഇപ്പോൾ ഈ തുള്ളിയായി മഴ പെയ്തതിൻ്റെ സംഭവം ഉണ്ട്. അതാണ് ഇങ്ങനെ തുള്ളിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ സൈഡിൽ കൂടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെയുള്ള ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്യണേ. നല്ല കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ തന്നെ എവിടെയും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന സംഭവം ഒരു ബാർ കൗണ്ടർ എവിടെ ഉണ്ടാവും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒളിമ്പിക് സ്റ്റേഡിയ എവിടെ എഴുതിയാണോ അവിടെ? ഇത് ഓർമ്മയുണ്ടാ? ഇതോ നമ്മുടെ വീട്ടിലെ ശരി മുകളിൽ കയറുന്നുണ്ട്. കാരണം ഈ ഭാഗം ടവർ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാണ് കേട്ടോ അതിൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണണേ. ഈ ബ്രിഡ്ജാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതെ, കപ്പൽ ഇവിടെ ഓഗസ്റ്റ് 15-ന്റെ ഫ്ലാഗ് ആയിട്ടുള്ള കപ്പൽ വന്നപ്പോൾ പൊങ്ങിയ ബ്രിഡ്ജാണ് ഇത് തന്നെ. നമ്മൾ ഓരോ പൊസിഷനിൽ ചെല്ലുമ്പോഴും ആ സൈഡിലുള്ള മെയിൻ പോയിന്റ് വ്യൂസ് ഒക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. ഈ സ്കൈ ഗാർഡന്റെ പ്രത്യേകത നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഈ സ്കൈ ഗാർഡന്റെ ഇവിടെ നിന്ന് നമ്മൾ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് ഒരു സർക്കിൾക്ക് ഉള്ളിലാണ് സ്കൈ ഗാർഡൻ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൈ ഗാർഡൻ്റെ ഈ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മളിവിടുന്ന് സ്റ്റാർട്ടിങ് പറഞ്ഞ പോയിൻ്റേ കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തോ കൂടെ എത്തുമ്പോഴേക്കും നമ്മൾ സ്കൈ ഗാർഡൻ്റെ മുകളിൽ നിന്നുണ്ടെങ്കിൽ
അതെ ലണ്ടൻ അല്ല നമുക്ക് കാണാൻ പറ്റും. ലണ്ടന്റെ ഇവിടുന്ന് ലണ്ടൻ ടൗൺ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് അപ്പൊ നമുക്ക് ലണ്ടൻ ടൗൺ മൊത്തം സ്കൈ ഗാർഡന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഈ ലണ്ടൻ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. അതിലേക്ക് കുറേ വലിയ ബിൽഡിങ്സ് ഉണ്ട്. അതുപോലെ ഷാർജയാണ് കണ്ടത്. അത് ഭയങ്കര വലുത്. ഇതിനൊക്കെ ഏറ്റവും വലുതാണ്. അത് കാണാൻ പറ്റും. അത് ടവർ ബ്രിഡ്ജ്, പിന്നെ ലണ്ടൻ ഐ കാണാൻ പറ്റും. ഒളിമ്പിക് സ്റ്റേഡിയം ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അതാ ഗാർഡനായിട്ട് ഇങ്ങനെ സ്കൈ ഗാർഡൻ ഗാർഡൻ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്ത ചെറിയൊരു സംഭവം ഉള്ളൂ. പക്ഷെ ഇതിന്റെ ലണ്ടൻ സ്കൈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ടോട്ടൽ കാണാൻ പറ്റും. അതെ 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 ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ അതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. നമ്മൾ സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോകുന്തോറും ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള പ്ലാന്റ്സ് നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടില് വാഴകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് നോർത്ത് എയർലൻഡിൽ വെച്ചിട്ടുണ്ടല്ലേ. ഇന്നിപ്പോ നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് ഈ പറഞ്ഞ വാഴ ഉണ്ടായിരുന്നു അല്ലേ നീതോ? ഇപ്പൊ ഇവിടെ വാഴയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ വാഴ പിടിക്കുമെന്ന് തോന്നണേ. ലണ്ടനിൽ വന്നതിന് ശേഷം നമ്മൾ വാഴ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടു കേട്ടോ. ഇത് ശരിക്കും ചെറിയൊരു ഗാർഡനാണ്. പക്ഷേ നമുക്ക് എന്താണ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശത്തിൻ്റെ മുകളിൽ ഒരു വലിയൊരു ഗാർഡൻ, വലിയൊരു അല്ല ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അതിന് നല്ലൊരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അതാണ് ഇവിടെ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം കേട്ടോ. അതെന്തായാലും അടിപൊളിയാണ്. ഞങ്ങളിവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് ചുറ്റിക്കറങ്ങി ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അടിച്ച് പൊളിച്ച് ഞങ്ങൾ. എന്തായാലും നല്ല വ്യൂ ആട്ടോ കാണാൻ. 38 ഫ്ലോറുള്ള ഈ ബിൽഡിങ്ങിൻ്റെ 35th ഫ്ലോറിലാണ് കേട്ടോ ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ ദി ഷാർഡ്, ദി ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ UK ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു ഗാർഡൻ അല്ല, ചെറിയൊരു ഗാർഡനാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ലണ്ടൻ്റെ ടോട്ടൽ ടൗണിൻ്റെ വ്യൂവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു കഫേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഭയങ്കര ഒരു ആംബിയൻസ് ആട്ടോ. കാലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റും അതേമാതിരി ഈവനിങ് ഒക്കെ ഇവിടെ നിന്ന് ഒരു കോഫിയൊക്കെ അടിച്ച് ഇങ്ങനെ ചില്ലടിച്ചിരിക്കാൻ നല്ല രസമാട്ടോ. നേഹനീട്ടിലും കൂടി ഇവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണമെന്ന് പറഞ്ഞ് മേടിക്കാനുള്ള പ്ലാനാണ്. ഈ ഗാർഡൻ്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ കഫേ ഉണ്ട് കേട്ടോ. നല്ല നമുക്ക് ആവശ്യത്തിന് കോഫിയും ടീയും അതുപോലെ സാൻഡ്വിച്ചോ. ചേട്ടായും അമ്മ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഇരിക്കുകയാണ്. എല്ലാം കണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാണ് അവർ. ഈ ഭാഗത്ത് കുറച്ച് ക്രൗഡ് ഉണ്ട് ബിക്കോസ് ആൻഡ് ഇറ്റ് വാസ് സോ പ്രിറ്റി ടു വാച്ച് ദി വ്യൂ പോയിന്റ്. അതാ പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം. കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അവർ ഓർഡർ ചെയ്ത ഹോട്ട് ചോക്ലേറ്റും ഓറിയോ ഡോമിനറ്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കേട്ടോ. ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി കാഴ്ചകൾ. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വ്യൂ ഒക്കെ കണ്ട് നല്ല ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്കൈ ഗാർഡൻ കണ്ടു കഴിഞ്ഞു. അതോട്ട് പോവാണ്. ഇനി എന്തെങ്കിലും നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അതെ അടിപൊളി സ്ഥലം, അടിപൊളി ആംബിയൻസ്. അത് കാലത്തെ ആയതുകൊണ്ട് നല്ലൊരു നല്ല തിരക്കുണ്ട്. നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളത് മിന്നിച്ചേക്കണേ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.